അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവാദങ്ങൾ കത്തിപ്പടരുന്ന സമയമാണ്. നൂറെ ഹബീബെ നൂറെ ഹബീബെ നൂറെ ഹബീബെ, എവിടെ നോക്കിയാലും നൂറെ ഹബീബെ. നൂറെ ഹബീബിൻ്റെ വിവാദങ്ങൾ കത്തിപ്പടരുമ്പോഴും ഇന്ന് ഈ വിവാദങ്ങൾക്ക് ഇടയിൽ നൂറെ ഹബീബ് തങ്ങളുടെ വീട്ടിൽ ചികിത്സ നടക്കുന്ന ദിവസമാണ്. ഈ വിവാദങ്ങൾ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇന്ന് സമൂഹ നോമ്പുതുറ നടക്കുന്ന ദിവസമാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ അടുക്കള വിശേഷങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. നൂർ ഹബീബിൻ്റെ കീഴിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ട്, അതിനെല്ലാം എന്താ പറയുക, പാചകപ്പുരയിലെ തലവനായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളാണിത്. പേര് സലീം. എൻ്റെ പേര് സലീം തന്നെയാണ്. ഇവിടെ മൊത്തത്തിലൊരു സലീം മയാണ് അല്ലേ. പിന്നെ എന്താണ് ബീഫ് ബിരിയാണിയാണ്. വിഭവം ബിരിയാണി. വേറെ എന്തെല്ലാണ്ട് ഫ്രൂട്ട്സ്, ഇനി നമുക്ക് തങ്ങളെ ചികിത്സയും കാര്യങ്ങളും എങ്ങനെയെന്ന് നോക്കാം. ചികിത്സക്ക് വന്ന ആളുകളെ അഭിപ്രായങ്ങൾ ഒന്ന് കേൾക്കാം. ഇത് സമൂഹ നോമ്പ് തുറക്കും അതുപോലെ തന്നെ തൗബ മജ്ലിസിനും പങ്കെടുക്കുന്നതിന് വേണ്ടി വന്ന ആളുകൾ വാഹനങ്ങൾ പാർക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഈ പരിസര പ്രദേശങ്ങളിലുള്ള വാഹനങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കണ്ണെത്താ ദൂരത്തെ വരെ വാഹനങ്ങൾ നിരന്ന് കിടക്കുകയാണ്. നിങ്ങളിവിടെ ടോക്കൺ കൊടുക്കുന്ന ആളല്ലേ? തങ്ങളിവിടെ ചികിത്സ തുടങ്ങിയ അന്ന് മുതലേ നിങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ എന്താണ് ഇപ്പോൾ ഈ വിവാദങ്ങൾ വന്നതിന് ശേഷം ആളുകൾ കുറവാ കൂടുതലാണ്? വിവാദം വന്നതിന് ശേഷം തങ്ങൾക്ക് ആയിരക്കണക്കിന് ആളുകൾ കൂടുതലാണ് വരുന്നത്. അല്ലേ? ഇപ്രാവശ്യം തന്നെയാണ്. ഇപ്രാവശ്യം തന്നെ അല്ല, ഇപ്രാവശ്യം സാധാരണത്തെ പോലെ അല്ല, ഒരു സ്ത്രീയെ മുന്നിൽ വെച്ചിട്ടാണ് കളിക്കുന്നത്. സ്ത്രീയെ മുന്നിൽ വെച്ചിട്ട് കളിച്ചിട്ട് കാര്യമില്ല. ഏത് സ്ത്രീ പറഞ്ഞാൽ തങ്ങൾക്ക് വിമർശനം നല്ലതാണ്. വിമർശനം വരും തോറും തങ്ങൾക്ക് ആൾ കൂടുകയാണ്, കുറവായിട്ട് വരുന്നില്ല. ഇന്ന് കൂടുതൽ ആളുകളാണെന്നാ പറയുന്നത്. കൂടുതൽ ആളുകളാണ് ഇന്ന്, പ്രത്യേകത കൂടുതൽ ആളുകളാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നൂർ ഹബീബ് തങ്ങളെ വീടിന് അടുത്താണ്. ഇന്നിവിടെ എന്താ റോഡ് പണിയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും പിന്നെ എന്താണ് വീട്ടിലെ അവസ്ഥ, അല്ലെങ്കിൽ തങ്ങളെ കാണാൻ ആളുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിച്ചേക്കാം. കമോൺ കമോൺ. ഇതാണ് കേട്ടോ നമ്മുടെ കൊടിമരം. ഈ കൊടിമരമാണ്. ഈ കൊടിമരത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ മാസാന്ത മജ്ലിസിന് ആളുകൾ വന്ന് ഇതിലേക്ക് പൈസ ഇടുന്നതും പൈസ ഇട്ട് വിവാദങ്ങൾ ഉണ്ടാവുന്നതും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളൊക്കെ പറഞ്ഞ കൊടിമരതാണ്. നിങ്ങൾ ഒരുപാട് വിവാദങ്ങളും ഒരുപാട് വീഡിയോകളൊക്കെ ഇറങ്ങിയ കൊടിമര. ഇതാണ് ഈ കൊടിമരം. ഇതാണ് ഇതിലുള്ള അത്ഭുതം. ആണല്ലോ ഈ മണലാണ് അത്ഭുതം. അല്ലാതെ ഇത് വേറെ വലിയൊരു അതിശയമായിട്ട് കാണേണ്ട ഒരു ഇതല്ല. ഇവിടെ ഒരു ആരാധനയോ അല്ലെങ്കിൽ ഇവിടെ ഒരു പിന്നെ വേറെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. ഈ കൊടിമരം മഹാനായ കാട്ടുചിറക്കൽ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളെ കൊടിമരമാണ്. അതിനൊരു ബർക്കത്താണ് ഇവിടെ. ഒരുപാട് ആളുകൾക്ക് ഇതിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്. ഇത് വെട്ടുന്ന സമയത്ത് ഇതിൽ വീണ പൈസയാണ്. അത് സത്യമായിട്ട് സയ്യിദ് അവർ അറിഞ്ഞിട്ടില്ല. എല്ലാവർക്കും മഹാനായ കാട്ടുചിറക്കൽ പാപ്പാൻ്റെ റഹ്മത്തുള്ളാഹി നൽകട്ടെ. ഈ മഹാൻ്റെ അനുഗ്രഹങ്ങൾ ഇവിടെ വരുന്നവർക്കൊക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇതാണ് നിങ്ങളൊക്കെ അത്ഭുതമായി കണ്ട എന്താ ഇവരൊക്കെ ഉദ്ദേശിച്ചത്, പണപ്പെട്ടിയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഇത് അങ്ങനെയൊന്നും ഇല്ല. അൽഹംദുലില്ലാഹ്, അത് റാഹത്താണ് ഇൻഷാ അല്ലാഹ്. ഹലോ, നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ മുഹമ്മദ് ഷമീർ. നിങ്ങൾ നൂർ ഹബീബ് സ്ഥിരമായി കാണുന്ന ആളാണ് അതോ തങ്ങളുടെ അടുത്തേക്ക് ചികിത്സക്ക് വരുന്ന ആളാണോ? ഞാൻ സ്ഥിരമായിട്ട് കാണുന്നത് പോലെ ഇതുപോലെ ചികിത്സക്ക് വന്നത്. ഞാനൊരു 3-4 വർഷമായിട്ട് തങ്ങളുടെ പരിപാടികൾക്ക് കാണുന്നുണ്ട്. 3-4 വർഷമായിട്ട് ഇവിടുത്തെ എല്ലാ പരിപാടികളും കാണാറുണ്ട്, പരിപാടികൾക്ക് വരാറുണ്ട്. എന്താണ് ഇവിടെ മൊത്തത്തിൽ ചൂഷണം നടക്കുകയാണ്, പറ്റിക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്. എന്താ പറയുക, അപവാദ പ്രചരണങ്ങൾ. അതായത് ഇപ്പോൾ സ്ത്രീകൾ വെച്ച് തങ്ങളെ പേരിൽ ഓരോ എന്താ
ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഓരോ ചാനലുകൾ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതും ഞാനൊക്കെ ഈ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത് തന്നെ. കാരണം ഇവിടെ ഞങ്ങൾ സ്ഥിരം വരുന്ന ഞങ്ങളുടെ അറിവിലൊന്നുമില്ല. ഇപ്പോൾ അവർക്കിത് എവിടെ നിന്ന് കിട്ടിയതോ ഇനി അവർ വേറെ ഏതെങ്കിലും ചാനലുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ അത് നടന്നിട്ടില്ല. കാരണം ഞാൻ സ്ഥിരം വരുന്ന ആളുകളാണ്. ഞാനും എൻ്റെ കുടുംബങ്ങളിൽ നിന്നൊക്കെ കുറേ ആളുകൾ സ്ഥിരം ഞങ്ങൾ പല അസുഖങ്ങൾക്കോ എന്തെല്ലാം വിചാരിച്ച് നമ്മൾ വെച്ച് നമ്മളെ കാര്യങ്ങൾക്കൊക്കെ വന്ന് പറയുന്നതും കാണുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരം വരുന്നത്. അല്ലാതെ നമ്മളൊരു വിഡ്ഢിയാണെങ്കിൽ ഒരു തവണ വന്നിട്ട് എന്തെങ്കിലും ഇവിടെ വീഴ്ച ചെയ്ത് നമുക്ക് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് കൂടെ വരില്ലല്ലോ. ഇപ്പം നിങ്ങളൊക്കെ എവിടെയാണ്, സ്ഥലം എവിടെയാണ്? കോഴിക്കോട് നിന്ന് തങ്ങൾ കാണാനായിട്ട് വന്നതാണ്. നിങ്ങളൊക്കെ അടുത്താ? ജ്യേഷ്ഠാഞ്ചന്മാരാണ്. ആ, അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളെ വിവാദങ്ങൾ ഇവിടെ തങ്ങളെ കുറിച്ച് യൂട്യൂബിൽ ആദ്യം അറിയാം, നിങ്ങൾ വരുന്നതിന് മുമ്പ് അറിയാം. ആ, നമ്മളെ പരിപാടിയൊക്കെ നിങ്ങൾ കാണലുണ്ടല്ലേ? അല്ല, സത്യം ജനങ്ങളെ അറിയണ്ടേ, അതിന് ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളെ അഭിപ്രായം? ഇപ്പോൾ തങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങളൊക്കെ സത്യമാണെന്നോ? 99% തങ്ങൾ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആളുകളെ പറ്റിക്കാനും വേണ്ടി ഓരോ വീഡിയോ ചെയ്യാൻ നിങ്ങൾ പറയുന്നത്. തങ്ങളുടെ അടുത്തേക്ക് ആള് വരുന്നത് ഇല്ലാതാക്കാനും വേണ്ടി കണ്ടറിയാം, ഇവിടെ വരുന്ന നോക്കിയാലും അറിയാം. ഇവിടേക്ക് ഇതൊന്നും മാറ്റിയില്ല, നമ്മൾ ഇരിക്കാൻ സ്ഥലമില്ല. ഇനി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ആരും ഇവിടെ വന്ന് നോക്കുന്നില്ല കാണിച്ചാൽ ഒരു ഇത് വീഡിയോയിൽ വിടൂല. അതെ, മെനിയാന്ത് ഞങ്ങൾ 5 മിനിറ്റ് സംഭാഷണം ഉണ്ടായി, ഞാൻ വീഡിയോയിൽ കണ്ടേ. ഞങ്ങൾ എന്തായാലും പൊട്ടിക്കും, നിങ്ങളെ ഈ മജിൽസ് പൊട്ടിക്കും, എന്താണ് ഇതിൻ്റെ ആവശ്യം എന്ന് ഞങ്ങൾ ചോദിച്ചും പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ചികിത്സക്ക് ആളെ കിട്ടില്ല, ആള് മുഴുവൻ ഇങ്ങോട്ടാണ് വരുന്നത്. അല്ല, അത് നോക്കിയാൽ ഇപ്പോൾ അപ്പുറം ഇതേപോലെ സ്ത്രീകളുണ്ട്. ചികിത്സ ചികിത്സിക്കുന്ന ആൾക്കാർ വേറെ മൂല്യന്മാർ, ഉസ്താദുമാരൊക്കെ അതിന് എതിരായിട്ട് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് തങ്ങൾ അവിടേക്കൊന്നും ആള് പോകാത്തതുകൊണ്ട് ആളെ കിട്ടില്ല, ചികിത്സിക്കാൻ ആള് മുഴുവൻ ഇങ്ങോട്ടാണ് വരുന്നതെന്ന്. അതാണ് ഇപ്പോൾ അതിൻ്റെ പ്രശ്നം. അതാണ് പ്രശ്നം. ഞാൻ ബാക്കിയുള്ള ആളുകളോടും കൂടെ അഭിപ്രായം ചോദിക്കട്ടെ. എനിക്കിപ്പോൾ അതുകൊണ്ട് ഞാനിത് ചെയ്തിട്ട് ഞാനിവിടെ എൻ്റെ കോഴിക്കോട് ഞാൻ കണ്ണിൻ്റെ ആവശ്യമായിട്ട് വന്നാൽ ശരിയായിരുന്നുണ്ട്. കോഴിക്കോട് എല്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് കണ്ണ് സാധാരണ ഓപ്പറേഷൻ അല്ലത്, ഇത് ഉള്ളിൽ കൂടി ഞരമ്പ് പൊട്ടിയിട്ട് അണ്ണാക്കിൽ എല്ല് പൊട്ടിച്ച് അടിക്കണം പൈപ്പ് ഇടണമെന്ന് പറഞ്ഞു. ഞാൻ കോയമ്പത്തൂർ പോയി അവിടുന്ന് പോയി ലാസ്റ്റ് പറഞ്ഞ അതാണ്. അപ്പം ഞാൻ വന്നു നോക്കിയപ്പോൾ അത് ഞാൻ എന്തായാലും ചെയ്യില്ല, ഇവിടെ ഒന്ന് വന്നു നോക്കാൻ എന്നോട് ഒരാൾ പറഞ്ഞ ഇവിടുത്തെ സ്ഥിതി. വന്നു നോക്കിയപ്പോൾ ഞാൻ ഒരാഴ്ച ചെയ്തപ്പോഴത്തേക്ക് തന്നെ എൻ്റെ വെള്ളം ഒരിക്കലും വീടറിൽ നിന്ന് ഇനിയിപ്പോൾ 51 ദിവസമായില്ല, ഇപ്പോൾ 25 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ 3/4 ഭാഗം സുഖമായി. കണ്ണിൽ കാഴ്ച കണ്ണിൽ വീണമെന്നറിയാം, വെള്ളം ഒഴിക്കാം. ഈ 1.5 മണിക്കൂർ പോയിട്ട് തുടയ്ക്കാനേ സമയമുള്ളൂ. അപ്പോൾ കണ്ണിൻ്റെ ഉണ്ണിമേൽ കയറുമ്പോൾ കാഴ്ചയും കുറയും. എന്തായാലും ഇവിടെ വന്നുകൊണ്ട് അസുഖങ്ങൾക്ക് ഷിഫ ഉണ്ട്. നമ്മളെ കുടുംബത്തിൻ്റെ 3 ദിവസം ആ മന്ദിച്ച് ഇട്ടപ്പോൾ തന്നെ ഈ ഒരു അപ്പോൾ കണ്ണ് കുറഞ്ഞു. ഇപ്പോഴും കഴിയാതെ ഉറപ്പാണ് ഞാൻ മുഴുവനാവുന്ന എനിക്ക് നല്ല വിശ്വാസം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ വന്നാൽ പിന്നെ ഓരെ കൊണ്ടുവന്നായി നമ്മൾ ആയിട്ടില്ല, 51 ദിവസം ഇവരൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഞാൻ ഈരാറ്റുപേട്ട കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നതാണ്. വേറെ ആൾക്കാർ പറഞ്ഞാണ് ഞാനിവിടെ വരുന്നത്. വന്നിട്ടപ്പം ഈ തങ്ങളുപ്പ പറയുന്ന ഇവിടെ വന്നപ്പോൾ എൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ പറഞ്ഞു. കുറച്ച് കടബാധ്യതകളും ഒക്കെ ഉണ്ട്. എൻ്റെ മോൻ മരിച്ചുപോയി, കെട്ടിയോൻ മരിച്ചുപോയി, എനിക്ക് ജീവിക്കാൻ നിർവാഹമില്ല. അപ്പം ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു തങ്ങളുപ്പ പറഞ്ഞു സലാത്തി ഫാത്തിഹ ചൊല്ലാൻ പറഞ്ഞു. ആ സലാത്തി ഫാത്തിഹ ഞാനത് ചൊല്ലി. സുബൈ നിസ്കരിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. സുബൈ നിസ്കാരം കഴിഞ്ഞ് 100 ചൊല്ലണം. അത് ചൊല്ലിയപ്പോൾ അള്ളാഹു താല ബർക്കത്ത് തരുന്നുണ്ട്. പിന്നെ കടങ്ങൾ കുറേശ്ശെ വീടുന്നുണ്ട്. 5-6 നെയ്റ്റിയും കൊണ്ട് നടക്കുമ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുന്നുണ്ട്. ആ സലാത്തി ഫാത്തിഹയ്ക്ക് ഭയങ്കര വളർമയുള്ള സലാത്തി ഫാത്തിഹയാണ്. വേറെ ആരുടെയും പേരിലല്ല, മുത്തുനബിയുടെ പേരിൽ ചൊല്ലാനാണ് പറഞ്ഞിരുന്നുള്ളൂ. അല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ തങ്ങളുപ്പാക്ക് ചെയ്യാനൊന്നും അല്ല പറഞ്ഞിരുന്നത്. അവരെ യഥാർത്ഥമില്ല, അവർക്ക് ഭ്രാന്ത് കൊണ്ട് പറയുന്നത്. ഒന്നാറ് തങ്ങളെ കുറ്റം പറയുന്നതൊക്കെ പടച്ചവൻ കൊടുക്കും ഈ റംസാൻ മാസമായിട്ട്. പേരെന്താണ്? നിങ്ങൾ തങ്ങളെ ജോലിക്കാരനാണോ? അതെ. അപ്പം നിങ്ങളാണ് വെള്ളയും വെള്ളിട്ട് ശിങ്കിടികൾ എന്ന് യൂട്യൂബിൽ പറയുന്ന ആൾ. ഇവിടെ ഒരു ശിങ്കിടിയാണ്. 4 വർഷമായിട്ട്. അപ്പോൾ എന്താണ് ഇവർ ഈ പറയുന്നതിനൊക്കെ വല്ല അടിസ്ഥാനമുണ്ടോ? എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ ഇന്ന് വരെ ഒന്നും കണ്ടിട്ടില്ല. ഇവർ പറയുന്നത് അങ്ങനത്തെ ഒരു അനുഭവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. 4 വർഷമായിട്ട് ഞാനുണ്ട്.
പിന്നെ ഈ വീട്ടിൽ കൂടുന്ന അന്ന് മുതൽ ഇവിടെ എല്ലാ മജ്‌ലിസിലും വരാറുണ്ട്. ഇതുവരെ അങ്ങനത്തെ ഒരു ചൂഷണമോ അങ്ങനത്തെ ഒരു പദ്ധതി നമ്മൾ കണ്ടിട്ടില്ല. ഈ പറയുന്നത് നമ്മൾ അത്ഭുതപ്പെടുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിലേ എന്തുകൊണ്ടാണ് തങ്ങൾക്കെതിരെ ഇങ്ങനെ നിരന്തരമായിട്ട് ഇതുണ്ടാവാനുള്ള കാരണം എന്താണ് നിങ്ങൾക്ക്? ഞാൻ മനസ്സിലാക്കിയ സത്യം അനുസരിച്ച് പിന്നെ ഈ തങ്ങൾ ചെയ്യുന്നത് പോലെ മറ്റൊരു ചികിത്സക്കാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ചാരിറ്റി പ്രവർത്തനങ്ങൾ, യതീമുകളെ ഏറ്റെടുക്കലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾ ചെയ്യുന്നത് പോലെ മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. തങ്ങൾക്ക് കിട്ടുന്നത് തങ്ങൾ ചെലവഴിക്കുന്നുണ്ട്, മറ്റുള്ളവർ കിട്ടുന്ന കീശയിലിടുന്നുണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കിയ സത്യം. അപ്പോൾ ആ അസൂയ കൊണ്ടാണ് തങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്രവർത്തിക്കുന്നത്. ശരി, ഇതാണ് നൂറെ ഹബീബ് തങ്ങളെ ചികിത്സാ റൂം. ഇതിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് കാണാനും വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതൊന്ന് ഷൂട്ട് ചെയ്ത് തങ്ങളെ പെർമിഷനോട് കൂടി ഷൂട്ട് ചെയ്ത് ഒന്ന് കാണിക്കുകയാണ്. അതുപോലെ തന്നെ നൂറ ഹബീബ് തങ്ങളെ ജോലിക്കാരാണിത്. തങ്ങളെ റൂമിൽ എന്താണ് നടക്കുന്നത്, അതുപോലെ മന്ത്രിക്കുന്ന സ്ഥലങ്ങളിൽ എന്താണ് നടക്കുന്നത് എല്ലാം തങ്ങളെ മുന്നിൽ കംപ്ലീറ്റ് ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യത്തോടുള്ള ക്യാമറകൾ വെച്ചിട്ട് ആണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. വളരെ സുതാര്യമായിട്ടാണ് ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇത് നൂറെ ഹബീബ് തങ്ങളെ വീടിൻ്റെ ഡൈനിങ് ഹാളിലാണ് കേട്ടോ. ഡൈനിങ് ഹാളിലുണ്ടോ ക്യാമറ, കംപ്ലീറ്റ് ക്യാമറ. പിന്നെ തങ്ങളെ റൂമിൻ്റെ ക്യാമറ കണ്ടില്ലേ. ഇത് തങ്ങളെ ജോലിക്കാരാണ്. നിങ്ങളെ പേരെന്താണ്? ഫതിൽ തങ്ങളെ. സാലിം. യൂസുഫ് സ്ഥാനം പിന്നെ എല്ലാവർക്കും അറിയാം, ലൈവിൽ എല്ലാവർക്കും അറിയാം. ഇത് മറ്റൊരു തങ്ങളാണ്, നൂറെ ഹബീബ് തങ്ങളെ അനിയന തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ ബൈറ്റ് എടുത്ത ആളാണ്. പിന്നെ ഈ സ്ഥാനം നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഇത് വെള്ളിയിട്ട് മറ്റൊരു ശിങ്കിടിയാണ്. പിന്നെ ഇത് സമത്. ഇയാളൊക്കെയാണ് ഗുണ്ടട്ടോ, ഇവിടുത്തെ ഗുണ്ടകളാണ്. പിന്നെ ഇത് പ്രധാനപ്പെട്ടൊരു ഗുണ്ടയാണ്. എന്താ പേര്? ഇത് ജാഫർ ഉസ്താദ്. ഇത് മറ്റൊരു തങ്ങളാണ്, നൂറെ ഹബീബ് മജ്‌ലിസിലൊക്കെ എപ്പോഴും കാണുന്നത്. തങ്ങളുടെ പേരെന്താണ്? നിങ്ങൾ തങ്ങളായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഇവിടുത്തെ വിവാദങ്ങളെ പശ്ചാത്തലത്തിൽ എന്താണ് തങ്ങളുടെ അനുഭവം എന്താണ്? എനിക്കൊരു വിവാദമായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ നേരം പോലത്തെ വൈകുന്നേരം വരെ തങ്ങൾ പാപ്പാൻ്റെ പെണ്ണിൻ്റെ ആളാപ്പാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്തായാലും നടക്കുന്നത് ഇവിടെയൊക്കെ നല്ലതായിട്ട് നടക്കുന്നത്. ഇതാണ് അവസ്ഥ. നൂറെ ഹബീബ് തങ്ങളെ കാണാനും വേണ്ടി ഇപ്പോൾ 10-20 ടോക്കൺ വിളിച്ച് അതിൻ്റെ ആളുകളാട്ടെ വരിക്കുന്നത്. നിങ്ങളെ പേരെന്താണ്? അബ്ബാസ്. നിങ്ങളുടെ സ്ഥലം എവിടെ? നിങ്ങൾ സ്ഥിരമായി തങ്ങളുടെ അടുത്ത് വരുന്ന ആളാണോ അതോ എന്തെങ്കിലും ഇന്ന് ഫസ്റ്റ് വരിക? ചാവക്കാട് പോയി തങ്ങളെ കണ്ട്. ഞങ്ങളുടെ അടുത്ത് പോയിട്ട് എന്താ ഗുണമുണ്ടോ അതോ? ഗുണമുണ്ട്. ഇപ്പോൾ തങ്ങൾ ഭക്ഷണം വെക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് സന്ദർശിക്കാനും വേണ്ടിയിട്ട് ചികിത്സന്റെ ഇടയിൽ ഇറങ്ങിയതാണ്. തങ്ങൾ പാചകപ്പുര സന്ദർശിക്കുകയാണ്. നോമ്പർക്കാലി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പാചകപ്പുര ചികിത്സൻ്റെ ഇടയിൽ തിരക്കിനിടയിൽ തങ്ങൾ ഇറങ്ങി വന്നാണ്. വണ്ടിക്ക് വെള്ളം കിട്ടും. അതെ, അത്യാവശ്യം വെച്ചിട്ട് ഗ്രൗണ്ടിൽ കൊണ്ടുപോകണം അല്ലേ? ഗ്രൗണ്ടിൽ കൊണ്ടുപോകാം. ഓടിച്ചോടത്തിൽ എന്ത് ചെയ്യണ്ട, കണ്ടമാനം വേണ്ട, ഗ്രൗണ്ടിൽ പോയിട്ടോ. ചോറ് തികഞ്ഞിട്ടോ ഒരു പാക്ക്. ഇപ്പോൾ തങ്ങൾ ചികിത്സക്ക് ഇറങ്ങിയ സമയമാണ്. ആളുകളുമായിട്ട് സംവദിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവാദങ്ങൾ ഇങ്ങനെ അല്ലേ, 4 വർഷത്തോളമായി വിവാദങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു റമദാൻ തുടങ്ങി, എല്ലാ റമദാൻ മാസങ്ങളുണ്ടാവും. എല്ലാ റമദാൻ മാസത്തിലേക്ക് വിവാദം ഉണ്ടാവും. അതെനിക്കറിയില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളെ ശതകടന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കണം. ഈ വിവാദങ്ങൾ ഒന്നാമത് വരാനുള്ള കാരണം എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? പറഞ്ഞാൽ ഞാൻ ഒരു ബിരിയാണി പാക്കറ്റ് എക്സ്ട്രാ തരാം. നോമ്പർക്കും എന്തുകൊണ്ടാണ് ഈ നൂറെ ഹബീബ് കിട്ടിയ വിമർശനം ഞാൻ എനിക്കറിയാം. അതൊന്നുമല്ല, അതുകൊണ്ടുമല്ല. നിങ്ങളൊക്കെ ബിരിയാണി പാക്കറ്റ് പോയി. യെസ്, ഇപ്പം പറഞ്ഞതാണ് സത്യം. ഇത്രയാൾ എവിടെ ഒരു ചികിത്സക്ക് ഒരു തങ്ങളെടുത്ത് ഏറി വന്ന് 25 ആള് 30 ആൾ
ഇവിടെ ഒരു ദിവസം 1500 ആളെ കഴിഞ്ഞു. 1500 ആൾ. ഈ കിട്ടുന്ന പൈസകളെ കൊണ്ടിപ്പോൾ നമ്മൾ 75 പെൺകുട്ടികളെ കെട്ടിച്ചു. 75 ഒരു കുട്ടിയെ കെട്ടിക്കണേ 3.5 ലക്ഷം റുപ്യാണ്. അങ്ങനെ കെട്ടിച്ച് ഞങ്ങൾ ഇവിടെ ബക്കറ്റ് പിടി നടത്തി സദസ്സിൽ. ഞങ്ങളെല്ലാവരും ഇവിടെ ഓരോ പൈസ എടുത്തു. പിന്നോട് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും തങ്ങൾ കിട്ടുന്ന പൈസയുടെ കണക്ക് ഇങ്ങനെ പറയേണ്ടതാണ്. എങ്ങനെ പറയാതൊക്കെ തരുന്ന പൈസയില് ഇവര് തരുന്ന പൈസയാണ്. ശരിക്കും നമുക്ക് കിട്ടിയ പൈസ നമ്മൾ വിളിച്ച് പറയണ്ടേ? നിങ്ങളെ പേരെന്താണ്? എൻ്റെ പേര് സെൽവനാ. സെൽവൻ. നാളെ ഒരുപാട് കൊള്ളങ്ങളായിട്ട് ഭയങ്കര കണ്ടുപിടി കിട്ടിയ പൈസക്ക് 1000 കിട്ടും. അത് 1000 1500 കണ്ടുപിടിച്ച് നടന്ന ആളാണ്. വീട്ടിൽ 5 പൈസ കൊടുക്കാത്തോളാണ്. പക്ഷെ എൻ്റെ പെണ്ണും മക്കളും ഒരുപാട് കറഞ്ഞിങ്ങനെ തങ്ങളുടെ ഉപ്പട നിർത്തുന്നു. പക്ഷെ ഇപ്പോൾ വന്നുള്ള ഒരു 2-3 കൊല്ലം കഴിഞ്ഞു ഈ കുടി പറസായി ചെയ്താണ് അങ്ങനത്തെ കടത്തേക്ക് ഇങ്ങനത്തെ ഒരു ചിന്തയില്ല. വഴിക്ക് തങ്ങളുടെ ഉപ്പ പറഞ്ഞ ഭയങ്കര ശ്വാസമാണ്. ഇത് ആര് പറഞ്ഞാലും ശരി നടിച്ചിരിക്കണം. ആ തങ്ങളുടെ ഉപ്പ എടുത്ത് വരും ചെയ്യും. എൻ്റെ ബുദ്ധിമുട്ടൊന്നും പുള്ളിക്കാരിക്ക് മാറ്റി തരുന്നുണ്ട്. അപ്പോഴേക്കെന്താ മൂപ്പരല്ലോ ഇത് ഭാര്യ. അത് എൻ്റെ ഭാര്യ. കുടി നിർത്താൻ വേണ്ടിട്ട് എത്ര ആശുപത്രി പോയിട്ടുണ്ട്. കുറെ മരുന്നുകൾ മേടിച്ചു കൊടുത്തു. പിന്നെ വേറെ തങ്ങന്മാരുടെ അടുത്ത് പോയിരുന്നു. പക്ഷെ ഞങ്ങളുടെ അറിവില്ല, ഞങ്ങളുടെ കുടുംബത്തില് ഞങ്ങളിപ്പോ ഹാപ്പിയാണ്. ഇവിടെ വന്ന ശേഷം ഞങ്ങൾക്ക് ഹൈറാണ്. ഉമ്മാന്റെ പേരെന്താ? ഉറക്കെ പറയുമാ. റുക്കിയ ബീവി. പിന്നെ നിങ്ങൾ ഇവിടെ തങ്ങളുടെ അടുത്ത് വരൽ തുടങ്ങിയിട്ട് എത്രയായി? ഒരു വർഷത്തോളമായി. തങ്ങളുടെ അടുത്ത് വരുന്നതുകൊണ്ട് ഗുണം ലഭിക്കണ്ട? നല്ല ഗുണമാണ്. എൻ്റെ മോനക്ക് തീരെ സുഖമില്ലേനി. 15 വർഷമായിട്ട് ജോലിക്കൊന്നും പോയിട്ടില്ലേനി. അപ്പോൾ മാറി തങ്ങളുടെ അടുത്ത് വന്ന് തിരിച്ച് ഒക്കെ ചെയ്യാനൊക്കെ ചെയ്ത് അല്ലെന്നില്ല 4 ആഴ്ച നമ്മുടെ സ്ഥലത്തിന് വന്ന് ഇപ്പോൾ ജോലിക്ക് പോയി ബാംഗ്ലൂരിലാണ്. ഇതിപ്പോൾ ഒരുക്കങ്ങളാണ് കേട്ടോ. നമ്മുടെ നോമ്പ് തുറൻ്റെ ദിവസം കൂടി ആയതുകൊണ്ട് ജോലിക്കാർ ഒഴിവിനനുസരിച്ച് ഇത് അവിടെ വന്നിപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം പാക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതാ ചികിത്സ എല്ലാം കഴിഞ്ഞ് തങ്ങളിപ്പോൾ മാസാന്ത മജ്ലിസും അതുപോലെ തന്നെ സമൂഹ നോമ്പ് തുറ തോബ മജ്ലിസ് ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഖിറത്തിൽ ഞങ്ങൾക്ക് ഹസനത്ത് തരണേ അല്ലാ. ഈ നന്മകൾ തരുന്നതോടൊപ്പം ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത് എന്താണെന്നറിയുമോ? വഖിനാ അദാബന്നാർ. ധാരാളം അഫു ചെയ്യാൻ ആവശ്യപ്പെട്ടോ. ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. യാത്ര തിരിക്കുന്നത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വന്നുകൊണ്ട് ഒരു മനുഷ്യൻ പറയാണ്, അല്ലയോ ഹസൻ ബസരി, എനിക്ക് ജദൂബത്ത് അനുഭവപ്പെടുകയാണ്, വലിയ ക്ഷാമം അനുഭവിക്കുമാർ ചൊല്ലിക്കോ. രണ്ടാമത് പുറകിൽ വന്നു ഒരാള്. അയാള് പറഞ്ഞു എനിക്ക് ദാരിദ്ര്യമുണ്ട്. അയാളോടും പറഞ്ഞു നീ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. വശകാ ഇലൈഹിൻ ആഖറാ. ഇതാണ് നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ. ബിരിയാണികൾ പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഇത് ഫ്രൂട്ട്സ് ഐറ്റംസ്. പിന്നെ ഇത് ഒരു വ്യക്തിക്ക് ഒരാൾക്ക് കൊടുക്കുന്ന ഐറ്റംസാണ്. ബിരിയാണി, ഫ്രൂട്ട്സ്, അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം. ഇപ്പോൾ മജ്ലിസ് കഴിഞ്ഞിട്ട് നോമ്പുതുറ സജ്ജീകരിച്ച ഹാളിലേക്ക് ആളുകൾ വരുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിങ്ങനെ ഒഴുകുക എന്ന് പറയില്ലേ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല റാഹത്തോടു കൂടി അടിപൊളിയായിട്ട് എല്ലാവർക്കും ഭക്ഷണങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് തന്നെ നല്ലൊരു സമൂഹ നോമ്പുതുറ ഇവിടെ നടത്താൻ സാധിച്ചു.
ഇപ്പോൾ തൗബ മജ്ലിസിന് വിവാദങ്ങളുണ്ടായിട്ടും തൗബ മജ്ലിസിന് നല്ല എന്താ പറയുക, ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ കൂടിയൊക്കെയാണ്, അതൊക്കെ രസം. പട്ടണത്തോളം എന്താണ് ബെന്ന് പറയുമ്പോൾ കൂടുതൽ ജനങ്ങൾ മാസം മാസം കൂടുതലായി വരികയാണ്. അതല്ലേ പറഞ്ഞ ഹൈറ്. അള്ളാഹു താല മുമ്പർക്ക് ഹൈറിന് കൊടുത്തിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ഞാൻ 6 വർഷമായി മൂപ്പരപ്പം ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. എനിക്കറിയാം മൂപ്പര ആരെങ്കിലും എന്താ ഇട്ടിട്ട് പറ്റും. വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നൂറെ ഹബീബിനെ എതിർക്കുന്ന ആളുകൾ, അവരെല്ലാം ഇതിൻ്റെ നന്മ ആരും കാണുന്നില്ല. തങ്ങളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നന്മ ആരും കാണുന്നില്ല. എന്തെങ്കിലും ചെറിയ വീഴ്ചകളോ അപാകതകളോ ഉണ്ടെങ്കിൽ അത് ഉയർത്തിക്കാട്ടാൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ ഏതെങ്കിലും ചാനലിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ അത് ഉയർത്തിക്കാട്ടാനാണ് എല്ലാവർക്കും ആവശ്യം. അപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നൂറെ ഹബീബ് തങ്ങളെക്കുറിച്ചും തങ്ങളുടെ വീടിനെക്കുറിച്ചും തങ്ങളുടെ മാസാന്ത മജ്ലിസിനെ കുറിച്ചും എല്ലാം ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റി, എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന സംതൃപ്തിയോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി, നിജസ്ഥിതി എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.